ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചെറിയൊരു ഓണവിശേഷം കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഇതാണ് കേട്ടോ എൻ്റെ ഓണക്കോടി. ഓണക്കോടിയെന്നും വിഷുക്കോടിയെന്നും പറയാം. ഞാനിത് ഓണത്തിനിടുന്നതുകൊണ്ട് തന്നെ ഇതെനിക്ക് ഓണക്കോടിയാണ് കേട്ടോ. എല്ലാം തിരുവോണത്തിൻ്റെ അന്നും ഉച്ചയ്ക്ക് തിരുവോണം ഇവിടെ ഉണ്ടിട്ട് പിന്നെ ഞാൻ എൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ ആഹാരമൊക്കെ ആയി കേട്ടോ. അങ്ങനെ നേരത്തെ ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. പോകുന്ന വഴിക്ക് പുനലൂർ ഫെസ്റ്റ് കാണാനും കയറണം. അതുകൊണ്ട് തന്നെ നേരത്തെയാണ് ഇറങ്ങിയത്. പക്ഷേ ബസ് കാത്തു നിന്നു. ബസ് വരാൻ ലേറ്റായി കേട്ടോ. അവധി ദിവസങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ബസ് വരാൻ നല്ല താമസിച്ചു. അങ്ങനെ ബസ്സൊക്കെ കിട്ടി ഞാൻ പുനലൂർ എത്താറായി കേട്ടോ. അങ്ങനെ ഞാൻ ഫെസ്റ്റിനെത്തിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. നേരത്തെയാണ് ഞങ്ങൾ എത്തിയത്, എന്നാൽ പോലും അത്യാവശ്യം തിരക്കുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. എന്നാലും ഫെസ്റ്റ് തുടങ്ങി അധികം ദിവസമായി ആവാത്തത് കൊണ്ട് തന്നെ ഒരുപാട് സ്റ്റോറുകളോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എന്നാലും ചെന്നപ്പോൾ തന്നെ ഫ്രണ്ടിൽ തന്നെ ഞങ്ങളെ വരവേറ്റത് ഒരു പൂന്തോട്ടം എന്ന് തന്നെ പറയാം. നല്ല മനോഹരമായിട്ടുള്ള ചെടികളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പലതരത്തിലുള്ള പൂക്കളും ഞാനിതുവരെ കണ്ടിട്ടില്ലാത്ത ഒരുപാട് സൈസ് പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ പൂക്കൾ മാത്രമല്ലായിരുന്നു കേട്ടോ, ധാരാളം തൈകളും വിത്തുകളൊക്കെ ധാരാളമായിട്ടുണ്ടായിരുന്നു. കുഞ്ഞു കുഞ്ഞ് ഓറഞ്ച് തൈയൊക്കെ ആണെങ്കിൽ കായ്ച്ച് തന്നെ നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ഓറഞ്ചിൻ്റെ പേരൊന്നും ഓർക്കുന്നില്ല. കൂടാതെ നല്ല ആ പൂക്കളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് വൈബാണ് അവിടെ ഉണ്ടായത്. എന്ത് ഭംഗിയാണെന്ന് നോക്കി ആ പൂക്കളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഒരേ പൂവിൻ്റെ പലതരത്തിലുള്ള കളറുകളിലുള്ള പൂക്കളൊക്കെ കാണാൻ നല്ലൊരു പ്രത്യേക ഒരു മനസ്സിനൊരു കുളിർമയേകുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു കേട്ടോ അത്. അങ്ങനെ പൂക്കളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ ഫെസ്റ്റിനുള്ളിലോട്ട് കയറുകയാണ്. അധികം ദിവസം ആവാത്തത് കൊണ്ട് തന്നെ ഒരുപാട് സ്റ്റോറുകളും കാര്യങ്ങളൊന്നും ഉള്ളിലില്ലായിരുന്നു കേട്ടോ. എന്നാലും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. 3-4 ലൈനായിട്ട് വേണമായിരുന്നു അകത്തോട്ട് കയറാൻ വേണ്ടിയിട്ട്. അത്രയ്ക്ക് തിരക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചെന്ന് കയറിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരു കൂപ്പൺ ലഭിച്ചു. അങ്ങനെ ഞങ്ങൾ ആ കൂപ്പണിൻ്റെ അകത്ത് 3-4 കൂപ്പണിൻ്റെ അകത്ത് ഓരോരുത്തരുടെയും പേരും ഡീറ്റെയിലും ഒക്കെ ഇങ്ങനെ എഴുതിയിട്ടു കേട്ടോ. ആർക്കാണ് എപ്പോഴാണ് ഭാഗ്യം ലഭിക്കുക എന്നൊന്നും നമുക്കറിയില്ലല്ലോ. അങ്ങനെ എല്ലാത്തിലും നമ്മൾ ഓരോ പേരുകളൊക്കെ എഴുതിയിട്ടതിന് ശേഷം നമ്മളിങ്ങനെ ഓരോ സ്റ്റോറുകളും കണ്ടിങ്ങനെ നടക്കുകയാണ് കേട്ടോ. ഇതൊക്കെ കാണുമ്പം തന്നെ മനസ്സിനൊരു സന്തോഷമല്ലേ, അതും നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരുമായിട്ട് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഓരോന്നൊക്കെ വാങ്ങിച്ചു. പിന്നെ ഷോപ്പിലൊക്കെ കയറി ഓരോ ഐറ്റംസൊക്കെ വാങ്ങിച്ച്, സീഡ്സും പിന്നെ ഫോണിന് ഡിസ്പ്ലേ ഒട്ടിക്കാനും പിന്നെ ഫോൺ കവറൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളതൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ കാഴ്ചകൾ കണ്ട് നടക്കുമായിരുന്നു. അപ്പോൾ ഇരിക്കുന്നൊരു പാമ്പും അതിനെന്താ പേര് എന്നെനിക്കറിയില്ല. അതൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ അവിടെ വരുന്നത്. അങ്ങനെ ഞങ്ങളതെല്ലാം കണ്ട് പുറത്തിറങ്ങിയപ്പം തന്നെ ബജ്ജിക്കടയാണ് നമ്മുടെ കണ്ണിൽ പെട്ടെന്ന് കിട്ടിയത്. പക്ഷേ ഞങ്ങൾ അന്നേരം വാങ്ങിച്ചില്ല കേട്ടോ. ഞങ്ങൾ പിന്നെ എല്ലാം കണ്ടിട്ടൊക്കെ വന്നിട്ട് വാങ്ങിക്കാം എന്നുള്ളൊരിതിൽ നിന്ന്. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടു. പ്രോഗ്രാമുണ്ട് എല്ലാ ദിവസവും. ഒന്നെങ്കിൽ നാടകം, അല്ലെങ്കിൽ ഗാനമേള, അല്ലെങ്കിൽ പാട്ട് പ്രോഗ്രാംസ്, അല്ലെങ്കിൽ കൈകൊട്ടിക്കളി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമുകൾ എല്ലാ ദിവസവും നടത്താറുണ്ട് കേട്ടോ അവിടെ. ഞങ്ങൾ ചെന്നതിൻ്റെ അന്ന് കൈകൊട്ടിക്കളിയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങളവിടെ ഇങ്ങനെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നോക്കിയപ്പം കൈകൊട്ടിക്കളി നടക്കുന്നു. പിന്നെ അവിടെ പോയി കുറച്ച് നേരം അതൊക്കെ കണ്ടുകൊണ്ടിങ്ങനെ നിന്ന് കേട്ടോ. നല്ല രസമായിരുന്നു അത് കണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഏത് സ്ഥലത്ത് എന്ത് പ്രോഗ്രാം നടത്തിയാലും അവിടെ മെയിനായിട്ടുണ്ടാവുന്നത് ഒരു പ്രോഗ്രാമാണല്ലോ ഈ കൈകൊട്ടിക്കളി. പക്ഷേ കാണാനും നല്ല ഭംഗിയാണ് ഗ്രൂപ്പായിട്ട് കളിക്കുന്നതാണ്. അങ്ങനെ അതൊക്കെ ഞങ്ങൾ കണ്ടതിന് ശേഷം അടുത്തതായിട്ട് ഞങ്ങൾ കയറാൻ പോയത് മറ്റേ കറങ്ങുന്ന സംഭവമായിരുന്നു കേട്ടോ. ഇത് കുറേ നേരം ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്നു. അതിനുശേഷം പിന്നെ വിചാരിച്ചു റൈഡിലൂടെ കയറിയിട്ട് പോകാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ കൈകൊട്ടിക്കളിയൊക്കെ കണ്ടതിന് ശേഷം ഇതിൽ കയറാമെന്നുള്ളൊരിതിൽ നിന്നു. പക്ഷേ അമ്മയും നാത്തൂനൊന്നും കയറിയില്ല. ഞാനും ചേട്ടനും അനിയനും കൂടാണ് കയറിയത് കേട്ടോ. ഞങ്ങളങ്ങനെ ഇത് കയറണോ വേണ്ടിയോ നിൽക്കുമായിരുന്നു. എനിക്കായിരുന്നു ഏറ്റവും കൂടുതൽ താല്പര്യം കേട്ടോ ഇതിൽ കയറാൻ വേണ്ടിയിട്ട്. പക്ഷേ ഒരു പേടിയുണ്ടായിരുന്നു. നേരത്തെ ഞാൻ കയറിയിട്ടുണ്ട്, പക്ഷെ കഴിഞ്ഞ വർഷം നടന്നപ്പം ഞാൻ ഫെസ്റ്റിന് വന്നെങ്കിലും ഇതിലൊന്നും കയറിയില്ലായിരുന്നു. അങ്ങനെ ഞങ്ങളിതിൽ കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ക്യൂ നിൽക്കുകയാണ്. ഓരോരുത്തരും ഓരോ സമയം എത്ര മിനിറ്റാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അത്രയും മിനിറ്റുകൾ കറക്കിയതിന് ശേഷം 100 രൂപയാണ് ടിക്കറ്റ് ചാർജ് കേട്ടോ. കറക്കിയതിന് ശേഷമാണ് ഓരോരുത്തരും ഇറക്കി വിടാറ്. അങ്ങനെ ഞങ്ങളിതിൽ ക്യൂ ഒക്കെ നിന്ന് അതിൽ കയറി കേട്ടോ. കയറി കഴിഞ്ഞ് മേപ്പോട്ട് കയറുമ്പോൾ നമുക്ക് വലിയൊരു പേടിയൊന്നും തോന്നിയില്ല. നമുക്ക് കണ്ണു തുറന്നിരിക്കാനൊക്കെ പറ്റും.
മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരുമ്പോഴാണ് കേട്ടോ നമുക്കുള്ളിലൊരു കത്തൽ കണക്ക് തോന്നുന്നത്. അത് ആ ഒരു ചരിവിൻ്റെയാണ് ഇത് കിടന്ന് കുലുങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ. വെറുതെ 100 രൂപ കൊടുത്ത് ഇത്രയും ടെൻഷൻ അടിക്കാൻ കയറണ്ടായിരുന്നല്ലോ എന്ന് വരെ ഓർത്തു. പക്ഷേ എന്നാലും നേരത്തെ ഞാൻ കയറിയിട്ടുണ്ട്, ആ ഒരു ഇതിലാണ് നിന്ന് കയറിയത്. പക്ഷേ നല്ലതുപോലെ ഞാൻ പേടിച്ചു കേട്ടോ. എന്നാലും ചേട്ടനാണല്ലോ അടുത്തിരുന്നത്, അതുകൊണ്ട് ചേട്ടൻ്റെ കൈ ഞാൻ മുറുക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇതിലൊക്കെ കയറി ഇറങ്ങിയതിന് ശേഷം പിന്നെ ഞങ്ങൾ ബജ്ജി കഴിക്കാൻ പോയി കേട്ടോ. പിന്നെ ഞങ്ങൾ ബജ്ജിയൊക്കെ വാങ്ങിച്ചു, ചായയൊക്കെ കുടിച്ചതിന് ശേഷം കുറച്ച് നേരം കൂടെ ഇങ്ങനെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ട് നിന്ന്. അപ്പോഴത്തേന് ഏകദേശം സമയം നല്ലതുപോലെ ആയായിരുന്നു. ഞങ്ങൾ വൈകിട്ട് ഒരു 5 മണിക്ക് ഇവിടെ വന്നതാണ്. ഇപ്പം ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് ഇറങ്ങാനൊരു ടൈം ആയപ്പോഴത്തേന് ഏകദേശം ഒരു 9:30-10 മണി ആ ഒരു ടൈമൊക്കെ എത്തിയായിരുന്നു. കാണാനൊക്കെ ആണെങ്കിൽ നല്ല രസമാണ് കേട്ടോ. നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ആയിട്ട് ഇങ്ങനെ പോയി എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതാണ്. നല്ല തിരക്കാണ് കേട്ടോ. ഞങ്ങളിത് തിരുവോണത്തിൻ്റെ അന്ന് പോയതുകൊണ്ട് കുറച്ച് തിരക്ക് കുറവുണ്ടായിരുന്നു. അല്ലാത്ത ദിവസങ്ങളിൽ നല്ല തിരക്കാണ് അവിടെ. അങ്ങനെ ഞങ്ങളുടെ ഈ വർഷത്തെ ഫെസ്റ്റിവലും കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ വീട്ടിലോട്ട് പോയി ഇറങ്ങി കേട്ടോ. അങ്ങനെ ഇതാണ് ഞങ്ങളുടെ തൂക്കുപാലം. ഞങ്ങളുടെ പുനലൂരിൻ്റെ സ്വന്തം തൂക്കുപാലമാണ് കേട്ടോ ഇത്. എല്ലാ വർഷവും ഈ ഫെസ്റ്റിവൽ ടൈമിലും സ്വാതന്ത്ര്യദിന ആ ഒരു സമയത്തൊക്കെ നമ്മുടെ തൂക്കുപാലം ബൾബുകൾ കൊണ്ട് അലങ്കരിക്കാറുണ്ട് കേട്ടോ. ഈ വർഷത്തെ അലങ്കാരമാണ് ഇത്. നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. വണ്ടിയൊക്കെ നല്ല ബ്ലോക്കിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വണ്ടി നിർത്തി ഇറങ്ങാനുള്ളൊരു സൗകര്യം ഇല്ലായിരുന്നത് കൊണ്ട് തന്നെ വണ്ടിക്കകത്തിരുന്നുകൊണ്ട് തന്നെ വീഡിയോ എടുത്തു കേട്ടോ. ബൾബുകളും കാര്യങ്ങളൊക്കെ ഇട്ടേക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിരുന്നു. അവിടെ ആണെങ്കിൽ കുറച്ച് സ്പേസ് ഉണ്ട്. പാലത്തിൻ്റെ ഉള്ളിലൂടെ നമ്മളെ കയറ്റി വിടില്ല, കാരണം ഈ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത് കൊണ്ട് നമ്മൾ പാലത്തിനുള്ളിലോട്ട് കയറ്റി വിടില്ല. എന്നാൽ പുറത്താണെങ്കിൽ വീഡിയോസ് എടുക്കാനും ഫോട്ടോസ് എടുക്കാനൊക്കെ നല്ല തിരക്കായിരുന്നു കേട്ടോ. അതുകൊണ്ട് വണ്ടി നിർത്തി ഇറങ്ങിയൊന്നും ചെയ്തില്ല. ഞങ്ങൾ വണ്ടിയിൽ ഇരുന്നുകൊണ്ട് തന്നെ വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഈ വർഷത്തെ ഓണം ഫെസ്റ്റും തിരുവോണം അങ്ങനെ അടിച്ചു പൊളിച്ചു ആഘോഷിച്ചു കേട്ടോ. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.